രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്ന് സമാപിക്കുകയാണ്. സമാപന സമ്മേളനം നടക്കുന്ന പാട്നയിലെ ഗാന്ധി മൈതാനത്താണ് ഞാനുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വാഹനത്തിലാണ് സമാപന സമ്മേളനത്തിൻ്റെ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു റാലിയാണ് നടക്കുന്നത്. ആ റാലിയിൽ ആ നേതാക്കൾക്ക് പോകാനുള്ള വാഹനമാണ് ഈ കാണുന്നത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വാഹനത്തിലായിരിക്കും സഞ്ചരിക്കുകയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. അതിനായി തയ്യാറാക്കിയ പ്രത്യേക ബസ്സാണ്, പ്രത്യേക തുറന്ന വാഹനമാണ് ഈ കാണുന്നത്. ഈ വാഹനത്തിൽ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവ്, ഒപ്പം RJDയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാം പ്രധാന നേതാക്കൾ ഉൾപ്പെടെ ഈ വാഹനത്തിൽ ഉണ്ടാകും. അതിന് പിന്നിലായിട്ടായിരിക്കും നിരവധി നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റു പ്രവർത്തകരും എല്ലാവരും അണിനിരക്കുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് ഈ യാത്ര ബീഹാറിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ RJDക്കും ഇന്ത്യ സഖ്യത്തിനുമെല്ലാം നൽകുന്നത്. തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. യാത്ര എത്തിയ സ്ഥലങ്ങളിലെല്ലാം നിരവധി ആളുകൾ ഈ യാത്രയെ സ്വീകരിക്കാനായിട്ടും രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവിനെയെല്ലാം കാണാനുമായി തടിച്ചുകൂടിയിരുന്നു. അതുതന്നെയാണ് ഈ യാത്രയുടെ പ്രധാന വിജയമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഈ യാത്ര ബീഹാറിൽ അവസാനിക്കുന്നില്ല. ബീഹാറിൽ ഈ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ യാത്ര വ്യാപിപ്പിക്കാനുള്ള നടപടികൾ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും എല്ലാം ഭാഗത്തു നിന്നുകൊണ്ട് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കാരണം മഹാരാഷ്ട്രയിലും കർണാടകയിലുമെല്ലാം വ്യാപകമായിട്ടുള്ള വോട്ടുമോഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ജനങ്ങളെ തുറന്നു കാണിക്കേണ്ടതുണ്ട്, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മറ്റിടങ്ങളിലേക്ക് കൂടി ഈ യാത്ര വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ 10 മണിക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. ഇവിടെ കാണുന്ന ഈ ഗാന്ധി പ്രതിമയ്ക്ക് പുഷ്പാർച്ചന നൽകിയതിനു ശേഷമായിരിക്കും ഈ വാഹനത്തിൽ യാത്ര ആരംഭിച്ച് അംബേദ്കർ പാർക്കിലേക്ക് എത്തുക. അംബേദ്കർ പാർക്കിലാണ് അംബേദ്കർ പ്രതിമയുള്ളത്. അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും സമാപന സമ്മേളനത്തിലേക്ക് കടക്കുക. ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കൾ എല്ലാവരും ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു സംഗമമായി തന്നെ ഇത് മാറും. അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലിയാണ് നടക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ വലിയ ജനത്തിരക്ക് ഈ മൈതാനത്തുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിരവധി ആളുകൾ RJDയുടെയും കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ CPMൻ്റെയും എല്ലാം കൊടികളേന്തിക്കൊണ്ട് നിരവധി പ്രവർത്തകരാണ് ഈ മൈതാനത്തേക്ക് എത്തിയത്. ആ പ്രവർത്തകരെല്ലാവരും ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ അണിനിരക്കും. രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഇന്ത്യ സഖ്യ നേതാക്കൾക്കും പിന്നാലെയായി ആ പ്രവർത്തകരെല്ലാവരും അണിനിരന്നുകൊണ്ടായിരിക്കും അംബേദ്കർ പാർക്കിലേക്ക് പോകുക. അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സമാപന സമ്മേളനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തില്ലെങ്കിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ RJDക്കും എല്ലാം അടങ്ങുന്ന സഖ്യത്തിന് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ വെച്ചു പുലർത്തുന്നത്. പാട്നയിൽ നിന്നും ഹരി മുണ്ടൂരിനോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ 1.